ഈയിടെയായി നഗരത്തിൽ വിചിത്രമായ ഒരു ക്രൈം വേവ് നടക്കുന്നുണ്ട്. ആളുകളെ കാണാതാകുന്നു, മോഷണങ്ങൾ നടക്കുന്നു. പക്ഷേ ഇതൊന്നും ആർക്കും കണ്ടുപിടിക്കുവാനും സാധിക്കുന്നില്ല. മുംബൈ നഗരത്തിന് ഡിറ്റക്റ്റീവ് മെഹുലിന്റെ ആവശ്യം വന്നിരിക്കുന്നു. ഡിറ്റക്റ്റീവ് സൊസൈറ്റിയുടെ ലെറ്റർ. ഈ പാക്കറ്റ് ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇത് B+ പ്രയോറിറ്റി ഉള്ള ഒരു കേസാണ്. ഡിറ്റക്റ്റീവ് മെഹുൽ, നിങ്ങൾക്കൊരു B+ പ്രയോറിറ്റി കേസിന്റെ ചുമതല നൽകുകയാണ്. നഗരത്തിൽ മോഷണങ്ങളുടെയും ആളുകളെ കാണാതാകുന്നതായും കുറച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. താങ്കൾ പെട്ടെന്ന് തന്നെ ഈ കേസ് സോൾവ് ചെയ്യണം. ഈ കേസുകളിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഈ മാപ്പ്, ഫോട്ടോസ്, പിന്നെ ഈ ചാവി, ഇതെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട ക്ലൂസ് ആണ്. ഞാനിത് നന്നായി സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. ആലിയ, ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിൽ നിന്ന് B+ പ്രയോറിറ്റി ഉള്ള ഒരു കേസ് വന്നിട്ടുണ്ട്. സർ, ഞാനിപ്പോൾ ഒരു പ്രയോറിറ്റി A കേസിൽ വർക്ക് ചെയ്യുകയാണ്. ക്ഷമിക്കണം, ഞാനും ആദ്യം ഞങ്ങൾ രണ്ടുപേരും ബിസിയാണ് സർ. പ്രയോറിറ്റി A? എന്റെ കയ്യിൽ B+ പ്രയോറിറ്റി കേസ് ആണല്ലോ. ഇതെങ്ങനെ പോസിബിൾ ആകും? ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അതെന്താണോ എന്തോ സർ, ഈയിടെയായി ഞങ്ങൾ കുറച്ചധികം സ്മാർട്ട് ആയിരിക്കുന്നു. ഫോൺ കട്ട് ചെയ്യുകയാണ് സർ, കേസിൽ അല്പം ബിസിയാണ്. ആലിയ, എന്തോ കുഴപ്പമുണ്ടല്ലോ ആലിയയ്ക്ക്. സംസാരത്തിൽ എന്തോ പന്തികേട്. മെഹുൽ ക്ലൂസ് നോക്കുവാൻ തുടങ്ങുന്നു. 2 കുട്ടികൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. ലോജിക്കൽ ആർമി, നിങ്ങൾക്കിത് നോക്കി പറയാമോ എന്ത് പ്രശ്നമാണെന്ന്? രണ്ട് ഫോട്ടോയിൽ നിന്നും മുടിയും ഈ മറുക് മാറ്റിയാൽ രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അതും സോയയെ പോലെ. ഇത് സോയയുടെ ഇരട്ടയോ മറ്റോ ആണോ? വളരെ ഇൻട്രസ്റ്റിംഗ് കേസായി തോന്നുന്നു. ആദ്യത്തെ കിഡ്നാപ്പിംഗ് ഏരിയ 18-ൽ, രണ്ടാമത്തേത് 27-ൽ, മൂന്നാമത്തേത് 36-ൽ. ഇതൊരു പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാമോ അടുത്ത കിഡ്നാപ്പിംഗ് എവിടെ നിന്നാണ് നടക്കുക എന്ന്? ഇവിടെ 9ന്റെ മൾട്ടിപ്ലൈസിന്റെ പാറ്റേൺ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 18, 27, 36. അടുത്ത കിഡ്നാപ്പിംഗ് ഏരിയ 45-ൽ നിന്നായിരിക്കും നടക്കുക. ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അടുത്ത കിഡ്നാപ്പിംഗ് അവിടെയാണ് നടക്കാൻ പോകുന്നത്. മെഹുൽ അവിടെ പുറത്തുള്ള സാധനങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുവാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഒരാൾ മെഹുലിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഈ വ്യക്തി കുറച്ച് സസ്പീഷ്യസ് ആണല്ലോ. ഇനി ഇയാളായിരിക്കുമോ കിഡ്നാപ്പർ? നിൽക്കൂ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഈ കുട്ടി എന്തിനാ കരയുന്നത്? നിങ്ങൾ കുട്ടിയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഇതെന്റെ കുട്ടിയാണ്. നിങ്ങൾ ആരാ എന്നെ ചോദ്യം ചെയ്യാനായിട്ട്? നിങ്ങൾ ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അല്ല, ഇതെന്റെ കുട്ടിയാണ്. ഇത് നോക്കൂ, എന്റെയും ഇവന്റെയും ഫോട്ടോസ്. ആ വ്യക്തി അയാളുടെയും കുട്ടിയുടെയും 3 ഫോട്ടോസ് കാണിക്കുന്നു. ലോജിക്കൽ ആർമി, ഇത് നോക്കി പറയാമോ ഈ ഫോട്ടോസ് റിയൽ ആണോ അതോ ഫേക്ക് ആണോ എന്ന്? ശരിക്കും ഈ ഫോട്ടോസ് റിയൽ ആണ്. വേറെ വേറെ സമയത്തെടുത്തതും. നിങ്ങൾക്ക് പോവാം. കിഡ്നാപ്പർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. മെഹുൽ കുറച്ചധികം സമയം കിഡ്നാപ്പറിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും. പക്ഷേ ഒരു സൂചന പോലും കിട്ടുന്നില്ല. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. മെഹുൽ വീണ്ടും മാപ്പ് എടുത്ത് നോക്കുന്നു. കിഡ്നാപ്പിംഗ് നടന്ന ലൊക്കേഷൻസ് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കുന്നു. അടുത്ത ലൊക്കേഷനിൽ കൂടി ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. മെഹുൽ അടുത്ത സ്ട്രീറ്റ് 54ലേക്ക് യാത്രയാകുന്നു. ആ കിഡ്നാപ്പർ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇത് തന്നെ ആയാലും വേഗം ചെയ്യണം. ഏയ്, വിടടാ ആ കുട്ടിയെ. എന്റെ ചേട്ടനെ വിടൂ, എന്റെ ചേട്ടനെ വിടാൻ. ചേട്ടനോ? അപ്പോ ഇയാൾ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തതല്ലേ? അല്ല, ഇതെന്റെ ചേട്ടനാണ്. എനിക്ക് വീട്ടിൽ പോവേണ്ടെന്ന് വാശി പിടിച്ചത് കാരണം ചേട്ടൻ എന്നെ എടുത്തുകൊണ്ട് പോയതാ. എനിക്കാകെ അബദ്ധം പറ്റിയല്ലോ. ഈ പയ്യനെ എടുത്ത് പെരുമാറുകയും ചെയ്തു. ആലിയ, നമ്മുടെ പ്ലാൻ സക്സസ്ഫുൾ ആയി പോകുന്നുണ്ട്. മെഹുൽ സാർ ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. ഇന്ന് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. മോഷണം നടന്ന ലൊക്കേഷൻസിൽ ഒന്ന് അന്വേഷിച്ച് നോക്കാം. അവിടെ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ? മെഹുൽ മാപ്പ് തുറന്ന് കളവ് നടന്ന ലൊക്കേഷൻസ് എടുത്ത് നോക്കുന്നു. എന്നിട്ട് അങ്ങോട്ടേക്ക് യാത്രയാകുന്നു. ഇത് മോഷണം നടന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷേ എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇതൊക്കെ ആരോ കരുതിക്കുട്ടി ചെയ്തതുപോലെ ഉണ്ടല്ലോ. ലോജിക്കൽ ആർമി, മെഹുലിന് എന്തായിരിക്കും അങ്ങനെ തോന്നുവാൻ കാരണം? ചിന്തിക്കൂ ചിന്തിക്കൂ.
എല്ലാം ഇങ്ങനെ വൃത്തിയായി നിരത്തിയിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? സാധനങ്ങൾ താഴെ വീണ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ വീഴുന്നതിന് പകരം ആരോ താഴെ നിരത്തിയിട്ടതുപോലെ ഉണ്ടല്ലോ. മെഹുൽ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നന്നായി ഒബ്സർവ് ചെയ്യുന്നു. ഈ മോഷണം ശരിക്കും നടന്നതാണോ അതോ നടന്നതായി വരുത്തി തീർക്കുന്നതാണോ എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നുന്നു. ഇതെന്താണ്? ഒന്നുകിൽ ഒരു ക്ലൂ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ. നിങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യത്തിനടുത്തെത്തിയിരിക്കുന്നു. എന്ത് ലക്ഷ്യം? ഈ നോട്ട് എന്താണ് പറയുന്നത്? എങ്ങനെ പോകുന്നു നിന്റെ പ്രയോറിറ്റി എ കേസ്? എന്റെ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ നിനക്ക്? സർ, ഞങ്ങളെല്ലാം നോക്കിക്കോളാം. ഞാൻ എക്സ്പേർട്ടായി. എന്റെ കയ്യിൽ നിന്ന് ഒരു കള്ളനും രക്ഷപ്പെടുകയില്ല. എന്ന് വെച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല ആലിയ. ഒന്നുമില്ല സർ, ഞാൻ ബിസിയാണ്. മെഹുൽ അവിടെ നിന്നും മോഷണം നടന്ന അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നു. ഈ സ്ഥലം വളരെ പഴക്കം ചെന്നതാണല്ലോ. മാപ്പിൽ ഇവിടം എന്തിനായിരിക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക? ഇതെന്തായിരിക്കും? പിന്നെയും ക്ലൂ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാപ്പ്? സീക്രട്ട് ക്യാമറ? എന്നെ കാണാൻ വേണ്ടി? ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ കൊടുക്കാം. ആരാണോ എന്നെ കാണുന്നത് അവർക്ക് തോന്നട്ടെ ഞാൻ കൺഫ്യൂസ്ഡ് ആണെന്ന്. എന്നാലും ആരാണ് എന്നെ ഇങ്ങനെ പറ്റിക്കുന്നത്? ഒരു കിഡ്നാപ്പറേയും കിട്ടിയില്ല, കള്ളനെയും. ഇന്നത്തെ ദിവസം എങ്ങനെയാണോ പോകുന്നത്? ഇവിടുന്ന് അടുത്ത സ്ഥലത്ത് നിനക്ക് എന്നെ കാണുവാൻ സാധിക്കും. കള്ളനും ഞാൻ തന്നെയാണ്, കിഡ്നാപ്പറും ഞാൻ തന്നെയാണ്. അതിൽ ഒരു അഡ്രസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓ നോ, ഈ അഡ്രസ് സയന്റിസ്റ്റിന്റെ ലാബിന്റേതാണല്ലോ. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? മെഹുൽ അറിഞ്ഞുകൊണ്ട് ഷോ ഇറക്കിയതായിരുന്നു. അദ്ദേഹം പാനിക് ആയതുപോലെ. മെഹുൽ അവിടെ നിന്നും പോകുന്നു. ഇതെന്തൊക്കെയാണ് ഈ നടക്കുന്നത്? മെഹുൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് പോകുന്നു. സയന്റിസ്റ്റ് അയാളുടെ ലാബിലേക്ക് എത്തുവാൻ വേണ്ടി ഒരു വഴി കാട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പറയാമോ ഇതിൽ ഏത് വഴിയാണ് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് എത്തുകയെന്ന്? ഈ വഴിയാണ് സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് പോകുന്നത്. ഇതുപോലെ മെഹുൽ ശരിയായ വഴി തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ലാബിൽ എത്തിച്ചേരുന്നു. ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഈ ഡോർ എങ്ങനെയാ തുറന്നത്? സയന്റിസ്റ്റിന് തെറ്റ് സംഭവിച്ചാലും എപ്പോഴും സേഫ്റ്റി നോക്കുന്നയാളാണ്. എന്തോ പന്തികേടുണ്ടല്ലോ. സയന്റിസ്റ്റ്, എവിടെയാ നിങ്ങൾ? സയന്റിസ്റ്റ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മെഹുൽ, നിങ്ങൾ തക്ക സമയത്ത് വന്ന് എന്റെ ജീവൻ രക്ഷിച്ചു. ഈ ആളുകൾ എന്റെ ഇൻവെൻഷൻസ് മോഷ്ടിക്കുവാൻ വന്നതാണ്. ഇതെല്ലാം സത്യം തന്നെയാണോ അതോ ആരെങ്കിലും പ്ലാൻ ചെയ്തതാണോ? ആ ആളുകൾ എല്ലാവരും ബേസ്മെന്റിലുണ്ട്. വരൂ, അവരെ വേഗം പോയി പിടികൂടാം. നിങ്ങൾക്ക് ഷുവറാണോ സയന്റിസ്റ്റ് അവരവിടെ തന്നെ ഉണ്ടെന്ന്? അപ്പോൾ അവിടെ ഷാഡോ മൂവ് ചെയ്യുന്നതായി മെഹുൽ കാണുന്നു. ഹാൻസർ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യും. അവിടെ തന്നെ നിൽക്കാനാ ഞാൻ പറഞ്ഞത്. സർ, ഞാൻ ആലിയയാണ്. ഷൂട്ട് ചെയ്യരുതേ. ഹാപ്പി ബർത്ത്ഡേ മെഹുൽ സർ. ആ ബുള്ളറ്റും ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു ആലിയ. സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ മെഹുൽ സർ. അപ്പോൾ ഇതെല്ലാം ഒരു പ്രാങ്കായിരുന്നല്ലേ? ഹാ മെഹുൽ, ഇതെല്ലാം ഞങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേ സർപ്രൈസിന് വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. ഞങ്ങൾ എല്ലാവരും താങ്കളെ വിഷ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഓ, വാട്ട് എ സർപ്രൈസ്. ആദി, ഞാൻ പറഞ്ഞിരുന്നില്ലേ മെഹുൽ സാറിനെ ബർത്ത്ഡേ പ്രാങ്കിൽ ചുറ്റിക്കാമെന്ന്. പക്ഷേ സർ, താങ്കൾ എന്നെ പൊതിരെ തല്ലിക്കളഞ്ഞു. ഇങ്ങനെ ആരെങ്കിലും പ്രൂഫ് ഇല്ലാതെ തല്ലാമോ? നിങ്ങൾ എന്റെ അടുത്ത് പ്രാങ്ക് ചെയ്യുകയായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തും. എനിക്കെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഡിറ്റക്റ്റീവ് മെഹുലായത്. സർ, നിങ്ങൾ അപകടകാരിയായ ഡിറ്റക്റ്റീവ് ആണല്ലോ. ടീന ലോഹ പ്ലാസ്റ്റിക്. മെഹുൽ സർ ഫാന്റാസ്റ്റിക്. മെഹുൽ, ഒരു മിനിറ്റ്, ചെറിയൊരു സർപ്രൈസ് കൂടി ബാക്കിയുണ്ട്. ഇത് നിങ്ങൾക്കാണ് മെഹുൽ. ഒരു ഗാഡ്ജറ്റ് ഫിറ്റ് കാർ, സ്പെഷ്യലി ഡിസൈൻ ഫോർ യുവർ അഡ്വഞ്ചേഴ്സ്. ഇത് വളരെ അടിപൊളി ഗിഫ്റ്റ് ആണല്ലോ. താങ്ക് യു എല്ലാവർക്കും. എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഈ കാറിനുള്ളത്? എങ്ങനെയാണ് ഇത് മെഹുലിനെ സഹായിക്കാൻ പോകുന്നത്? കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ.